ഹലോ. ജീവിതത്തിൽ എല്ലാവരും ഹാപ്പിനെസ് തേടി നടക്കുന്നു. നമ്മൾ എന്ത് കിട്ടിയാൽ ഹാപ്പി ആവും, ആ സാധനം എനിക്ക് കിട്ടിയാൽ ഞാൻ ഹാപ്പി ആവും, അല്ലെങ്കിൽ ആ ആള് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പി ആവും. ഇങ്ങനെയാണ് നമ്മൾ പലരും വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ മറക്കുന്ന ഒരു സത്യം, നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഹാപ്പി അല്ലെങ്കിൽ നമുക്ക് എന്ത് തന്നെ കിട്ടിയാലും ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും നമുക്ക് ഹാപ്പി ആകാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലെ ടോപ്പിക്കും അത് തന്നെയാണ്. ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ആകേണ്ടത്. ചിലർ വിചാരിക്കും എനിക്ക് നല്ലൊരു ജോലി കിട്ടിയാൽ, നല്ലൊരു ലൈഫ് പാർട്ട്ണറെ കിട്ടിയാൽ, അല്ലെങ്കിൽ നല്ല കുറച്ച് പണം എനിക്ക് കിട്ടിയാൽ ഞാൻ ലൈഫിലെല്ലാം പെർഫെക്റ്റ്ലി സെറ്റിലാകും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അത് തെറ്റിദ്ധാരണയാണത്. കാരണം നമുക്കിതെല്ലാം ഉള്ളവരെ കാണാൻ പറ്റും. ജീവിതത്തിൽ ഒരു സന്തോഷവും ഇല്ലാതെ ജീവിക്കുന്ന, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ആദ്യം നമ്മൾ നമ്മുടെ ഉള്ളിലെ ഹാപ്പിനെസ്സിനെ തേടണം. എന്നാലേ നമുക്ക് ഈ കിട്ടുന്ന ഹാപ്പിനെസ്, ബാഹ്യമായി കിട്ടുന്ന ഹാപ്പിനെസ്സിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പം ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ നോക്കുക, നമ്മൾ എങ്ങനെ ഹാപ്പി ആകാൻ പറ്റുമെന്ന്. ആദ്യമായിട്ട് നമ്മൾ ജീവിതത്തിൽ ഹാപ്പിനെസ് വേണമെങ്കിൽ താരതമ്യം ചെയ്യുന്നത് നിർത്തുക. താരതമ്യം ചെയ്യുന്നത് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവരെ കണ്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ അതില്ലല്ലോ, നമ്മൾ അങ്ങനെ അല്ലല്ലോ. ഇപ്പം സോഷ്യൽ മീഡിയ അതിന് വലിയൊരു ഭാഗമാണ്. സോഷ്യൽ മീഡിയയിൽ ആൾക്കാരെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടിട്ട് ആൾക്കാർക്ക് തോന്നും അവരുടെ ഇത്രയും വലിയ വീടുണ്ട്, ഇത്രയും കാറുണ്ട്, നമുക്കൊന്നും അങ്ങനെ ആകാൻ പറ്റുന്നില്ല, അല്ല അവരെ പോലെ ആകാൻ പറ്റുന്നില്ല, അല്ല ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെ നടക്കുന്നു, അവരെ പോലെ ഇത്രയും ചേർച്ചയോടെ നമുക്ക് നടക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ വെറുതെ അത് കണ്ടിട്ടിരുന്ന് ആലോചിച്ചിട്ട് നമ്മൾ സ്വന്തം ലൈഫിലെ ഉള്ള സന്തോഷത്തെ കെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അതാദ്യം നിർത്തുക. മറ്റുള്ളവരുടെ പ്ലേറ്റിലേക്ക് നോക്കാതെ അവനവൻ്റെ പ്ലേറ്റിൽ എന്താ ഉള്ളത് അതിനെ സ്വീകരിക്കാൻ തയ്യാറാവുക. അപ്പോൾ തന്നെ നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ ആദ്യ പടി അത് തന്നെയാണ്. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത് നിർത്തുക. പിന്നുള്ളത് ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളെ ആസ്വദിക്കുക. ഇപ്പോൾ രാവിലെ എണീറ്റ് ഒരു മഴ പെയ്യുന്നു, അതിനെ മഴയെ ആസ്വദിക്കാൻ പഠിക്കുക. അല്ലെങ്കിൽ ഒരു കപ്പ് ചായ രാവിലെ എണീറ്റ് ബാൽക്കണിയിൽ നിന്ന് കുടിക്കുന്നു, അല്ലെങ്കിൽ ഒരു കിളിയുടെ സൗണ്ട് കേൾക്കുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ നമ്മുടെ ചുറ്റുപാടുമുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ ആസ്വദിക്കാൻ പഠിക്കുക. അല്ലാതെ വലിയ കാര്യം കിട്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ എന്തെങ്കിലും ഒരു ഹാപ്പിനെസ്, നമ്മളെ കണ്ട ഒരാൾ ചിരിച്ചു, അത് നമുക്കൊരു ഹാപ്പിനെസ്സാണ്. എല്ലാത്തിനും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വേണം. നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റി എന്നുള്ളത് അതൊരു നല്ലൊരു അതിനെ ഹാപ്പിയായിട്ട് സ്വീകരിക്കണം. നമ്മളൊരു ദിവസം കഴിയുമ്പോൾ അത് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. നമുക്ക് ഇന്നത്തെ ദിവസം ഹാപ്പി ആയിട്ട് പോയല്ലോ, സമാധാനമായിട്ട് പോയല്ലോ, അസുഖങ്ങളില്ലല്ലോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഹാപ്പി ആകാൻ ശ്രമിക്കുക. കാരണം ഇതൊക്കെയാണ് ലൈഫിൽ ഏറ്റവും, നമ്മൾ എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം ശരിയല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്കൊരു നല്ലൊരു ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ്. അത് കഴിഞ്ഞുള്ളൂ ബാക്കി കാര്യങ്ങൾ. അപ്പം ചെറിയ ചെറിയ ജീവിതത്തിൽ കിട്ടുന്ന ചെറിയ സന്തോഷങ്ങളെ ആസ്വദിക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് വലിയ സന്തോഷങ്ങൾ ഓട്ടോമാറ്റിക്കലി വന്നോളും നിങ്ങളുടെ ജീവിതത്തിൽ. വേറൊരു കാര്യം, അവനവൻ്റെ മനസ്സമാധാനത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുക. ഇപ്പം നമ്മളുടെ കൂടെയുള്ള ആളുകൾ എല്ലാവരും നമ്മളെ ഒരുപോലെ മനസ്സിലാക്കണമെന്നില്ല. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താലും അവർ നമ്മളെ മനസ്സിലാക്കണം. അവർ വേറൊരു വ്യക്തിയാണ്, അവരുടെ കാഴ്ചപ്പാടുകൾ വേറെ ആയിരിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലായിരിക്കും അവർ വിചാരിക്കുന്നത്. അവരൊരു കാര്യത്തെ ഉൾക്കൊള്ളുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന പോലെ അല്ലായിരിക്കും അവർ ഉൾക്കൊള്ളുന്നത്. നമുക്ക് ചിലപ്പോൾ ഒരേ സംഗതി രണ്ട് ആൾക്കാർക്കും ഉൾക്കൊള്ളുന്ന രീതികൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന വേറൊരു വ്യക്തിക്ക് അത്ര ഈസി ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ സാഹചര്യങ്ങളെ മനസ്സിലാക്കി അവരെയും മനസ്സിലാക്കുക, അവരെ റെസ്പെക്റ്റ് ചെയ്ത് നമ്മുടെ മനസ്സമാധാനത്തെ കീപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാതെ എല്ലാവരെയും സന്തോഷിപ്പിച്ച് നമുക്ക് ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റില്ല. അപ്പം നല്ല കാര്യങ്ങൾ ചെയ്യുക, ആൾക്കാർക്ക് നല്ലത് ചെയ്യുക. പക്ഷേ എല്ലാ ക്രിറ്റിസിസം വരുമ്പോൾ അയ്യോ അവരെന്താ എന്നെ അങ്ങനെ പറഞ്ഞത്, അവരങ്ങനെ, ഞാൻ ഇത്രയും ചെയ്തിട്ട് അവരിങ്ങനെ പറഞ്ഞല്ലോ എന്നൊന്നും വിചാരിക്കാതെ സമാധാനമായിട്ട് അതിനെ എന്തുകൊണ്ട് അവർ പറഞ്ഞു എന്ന് ആദ്യം ഒന്ന് വിലയിരുത്തുക. എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അതിനെ ശരിയാക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. അവർ പറയട്ടെ, പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക, അവരോട് സോറി പറയുക, എന്നിട്ട് സമാധാനമായിട്ട് കാര്യങ്ങളെ മുമ്പോട്ട് നീക്കുക. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ കയ്യിലാണ്. സാഹചര്യങ്ങളോ മറ്റുള്ള വ്യക്തികളോ ആരുമല്ല നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ കാരണക്കാർ. നമ്മളുടെ ഹാപ്പിനെസ് എപ്പോഴും നമ്മളാണ് അതിനെ ശരിയാക്കി വെക്കേണ്ട ചുമതല നമുക്കാണ്. നമ്മുടെ ഹാപ്പിനെസ്സിനെ ശരിയാക്കി വെക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളുടെ ഹാപ്പിനെസ്സിനെ കളയേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരെ കേൾക്കുക, മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക.
അല്ലാതെ വെറുതെ കുറ്റം പറയുന്നവരെയും എല്ലാവരും അവർ നാട്ടുകാരെന്ത് പറഞ്ഞു വീട്ടുകാരെന്ത് പറഞ്ഞു എന്ന് പറഞ്ഞ് അത് ആലോചിച്ചുകൊണ്ട് ഓവർ തിങ്ക് ചെയ്തിട്ട് നമ്മളുടെ സന്തോഷം കെടുത്താൻ ശ്രമിക്കരുത്. അത് ആരായാലും, അത് ആണായാലും പെണ്ണായാലും. ഞാനിതൊരു ഒരു എന്താ പറയുക, ലേഡീസിന് മാത്രമായിട്ടല്ല പറയുന്നത്, ഒരു വ്യക്തിപരമായിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയണം. ആണായാലും പെണ്ണായാലും ആരാ നിങ്ങളുടെ സമാധാനം കെടുത്താൻ നോക്കുന്നത്? അവർ പറഞ്ഞതും ആലോചിച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ ഒരിക്കലും ഹാപ്പിനെസ് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക, അത് നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക. ബാക്കി ആളുകൾ പറഞ്ഞോട്ടെ, നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നവർ ആക്സെപ്റ്റ് ചെയ്യട്ടെ. നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരെ ഇനി അവരെ എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയാലും അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളെ. അപ്പം നമ്മുടെ സമാധാനം നമ്മുടെ കയ്യിലാണ്. ജീവിതം ഹാപ്പി ആക്കാൻ നോക്കുക, പെർഫെക്റ്റ് ആക്കാൻ നോക്കരുത്. ജീവിതം പെർഫെക്റ്റ് ആക്കാൻ നോക്കിയാൽ ഹാപ്പി ആകാൻ പറ്റില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് പിന്നെ കാണാം. ബൈ.